ഇരിക്കേണ്ടതാണ്. ഇന്ന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഹാൾ പെരുമ്പാവൂരിൽ നമ്മൾ കൂടിയിരിക്കുന്നത് കവിയും അധ്യാപകനുമായിട്ടുള്ള ജിതേഷ് വേങ്ങോ മാഷിന്റെ പെയ്തു നിറയുമ്പോൾ എന്ന പുസ്തക പ്രകാശനത്തിന്റെ ഭാഗമായാണ്. ജിതേഷ് മാഷിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഈ പരിപാടിയിലേക്ക് കടക്കാം. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമുക്ക് കാവ്യാലാപനത്തിലൂടെ പരിപാടി ആരംഭിക്കാം. അതിനായി ഡോക്ടർ അനഘ CM ക്ഷണിക്കുന്നു. പ്രൗഢഗംഭീരമായ വേദിക്ക് നമസ്കാരം. ജിതേഷ് സാറിൻ്റെ കവിതകൾ സാഹിത്യ ഭംഗി കൊണ്ടും ഘനഗാംഭീര്യമുള്ള ശൈലി കൊണ്ടും എന്തുകൊണ്ടും മലയാള സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അദ്ദേഹത്തിന് വാഗ്ദേവി കടാക്ഷം ആവോളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശിഷ്ട വ്യക്തികളുടെ അനുഗ്രഹത്തോടും അനുവാദത്തോടും അദ്ദേഹത്തിൻ്റെ കവിത, ജിതേഷ് സാറിൻ്റെ ഗുരു എന്ന കവിത ഞാൻ ആലപിക്കട്ടെ. നാലക്ഷരം നിനവു ചൊല്ലാനവന്നുഗതി നാത്തുമ്പിലാദ്യമരുളി നാനാവിധ പ്രകൃതമേകാത്മകത്വം അതിലാവാഹനം തരുവതും വേറിട്ട ചിന്ത വെളിവാകുന്ന ചിത്തം അതിനന്ധത്വമാറ്റി നഭസിൽ നാളത്തെ സൂര്യനെ വിടർത്താനരും തപസിലാളുന്നവൻ മഹദിനീ ഞാനെന്ന ഭാവം അകതാരിൽ കുലച്ച മതമാത്സര്യരാഗധനുസിംഗ് ഞാണറ്റിടും പടിയൊരാനന്ദ സാരരസം ആത്മാവിനുള്ളിലെഴുതി അജ്ഞാനമാകുമിരുൾ നീളെ പരന്ന നരജന്മത്തിനാകെയുലകിൽ വിജ്ഞാനമോദി അപദാനത്തിനാത്മബലമേകുന്നൊരാദി വെളിവായി കാണാത്ത ലോകം അകനേത്രത്തിനുള്ളിലതിഭാവത്വമോടെയൊഴുകും കാലത്തെ വെന്ന നരനാരായണ പ്രകൃതമായെന്നിവാത്തതവിടം നേടിത്തരുന്നു ഗതിനാഗത്തിലും ഇവനു നാരായ വീരുവരവും നേരൊത്തിളം മനസ്സിലാകെ പടർന്ന വടവൃക്ഷാകൃത പ്രകൃതി നീ ആരാണു നീ അതിനു വേരായ നാമമവനാരാധ്യനോർക്കുക ചിരം ഈരേഴു ലോകവും ഒരാകാരമാണവനീരഞ്ചു കോപ്പുമുലകം ചൊല്ലിത്തരുന്നു വഴി ലോക സങ്കട സമസ്താപരാധമൊഴിയാൻ ഇല്ലീ ജഗത്തിലിതുപോലുള്ളൊരീശ്വരൻ അതേ വാഴ്വു നീതി ഗുരു നീ ഇല്ലീ ജഗത്തിൽ ഇതുപോലുള്ളൊരീശ്വരൻ അതേ വാഴ്വു നീതി ഗുരു നീ. നന്ദി.
നന്ദി അനഘ. പേര് വിളിക്കുന്ന വേദിയിലേക്ക് കയറിയിരിക്കേണ്ടതാണ് ഡോക്ടർ അജയ് നാരായണൻ, ശ്രീ ജയകുമാർ ചെങ്ങമനാട്, ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്, ഡോക്ടർ CD രാവുണ്ണി, ശ്രീ സാജു പോൾ, ശ്രീമതി അപർണ ആരുഷി, ശ്രീ മനോജ് വെങ്ങോല, ശ്രീ അഷ്റഫ് ബാവ, ശ്രീ ബാബു ഇരുമല, ശ്രീ കാലടി S മുരളീധരൻ, ശ്രീ ജോൺസൺ ഇരിങ്ങോൾ, ശ്രീ ജിമേഷ് PC. സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ പ്രിയ കവി അജയ് നാരായണൻ മാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം പറയുക, എല്ലാവരോടും സ്വാഗതമൊക്കെ വാക്കിൽ തന്നെ പറയാവുന്നതാണ്. ജിതേഷിൻ്റെ ഈ പുസ്തക പ്രകാശനം പെയ്ത് നിറയുമ്പോൾ മനസ്സിലേക്ക് ആക്ച്വലി ജിതേഷിൻ്റെ കവിതകൾ വായിക്കുമ്പോഴെല്ലാം ഉള്ളിലൊരു പെയ്ത്ത് ഉണ്ടാകാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം മൂർത്തവും അമൂർത്തവുമായ സങ്കല്പങ്ങളെ പ്രണയത്തിൻ്റെയും ഭക്തിയുടെയും ദർശനങ്ങളുടെയും ഒരു ഛായ കൊടുത്താണ് ജിതേഷ് എഴുതാറ്. ജിതേഷിനെ പരിചയപ്പെട്ട നാൾ മുതൽ അതിൻ്റെ ജിതേഷിൻ്റെ ആ കാൽപ്പനിക ഭാവം മനസ്സിലങ്ങ് കൊളുത്തി പിടിച്ചിട്ടുണ്ട്. ജിതേഷിനെ കുറിച്ചല്ല നമുക്ക് പറയേണ്ടത്, ജിതേഷിനെ കാണാൻ വന്നവരോട്, സംസാരിക്കാൻ വന്നവർക്ക് അവർക്കെല്ലാം സ്വാഗതം പറയുകയാണ് വേണ്ടത്. ഓക്കെ, ഇന്ന് ആദ്യമായിട്ട് ജിതേഷിൻ്റെ കുടുംബങ്ങൾക്ക് സ്വാഗതം പറയുന്നു. കവിയും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കാവ്യശിഖ കൂട്ടായ്മയുടെ രക്ഷാധികാരി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ശ്രീ രാവുണ്ണി, സ്വാഗതം. അദ്ദേഹമാണ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്കൃത സർവകലാശാല മുൻ VC സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡൻ്റായ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്, സ്വാഗതം. പുസ്തക സ്വീകരണ കർമ്മം നിർവഹിക്കുന്നത് മുൻ MLAയും മുൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡൻ്റായ ശ്രീ സാജു പോൾ, സ്വാഗതം. കവിയും പുകാസ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീ ജയകുമാർ ചെങ്ങമനാട് അധ്യക്ഷത വഹിക്കുന്നു. തീർച്ചയായിട്ടും സ്വാഗതം, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് പ്രശസ്ത കഥാകൃത്ത് മനോജ് വെങ്ങാല, സ്വാഗതം. പുസ്തക പരിചയം നടത്തുന്നത് സുഹൃത്തു കൂടിയായ നമ്മുടെ അപർണ ആരുഷി വന്നിട്ടുണ്ടെന്നറിയില്ല, ഓൺ ദ വേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വാഗതം. ആശംസകൾ നേരുന്നവരായ കോതമംഗലം സുവർണരേഖയുടെ അമരക്കാരും കൂടിയായ ബാബു ഇരുമല, കോതമംഗലം KL കോച്ചിഫോൾ സർഗവേദിയുടെ ചെയർമാനായ അഷ്റഫ് ബാവ, പെരുമ്പാവൂർ ആശാൻ സാഹിത്യവേദി സെക്രട്ടറി ജോൺസൺ ഇരിങ്ങോൾ, ബുദ്ധസംഗമം കാലടിയുടെ അമരക്കാരൻ കാലടി S മുരളീധരൻ, സാഹിത്യകാരനും സംഘാടകനുമായ ശ്രീ ജിമേഷ് PC. ഇവിടെ കൂടി എല്ലാവർക്കും സ്വാഗതം പറയുന്നതിൻ്റെ ഒരു 1-2 പേരുകൾ കൂടി പറയാം. നമ്മുടെ ജനമാഷുണ്ട്, ചാക്കോടിയുണ്ട്, പ്രിയപ്പെട്ട സുധാരൻ മാഷുണ്ട്, പിന്നെ ഇന്ന് കുറേ നാളായി കാണാൻ സാധിച്ച ഉണ്ണിമാഷുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തു കൂടിയാണ്. പിന്നെ നമ്മുടെ ഏങ്ങണ്ടിയൂരുണ്ട്. എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. നന്ദി, നമസ്കാരം. നന്ദി അജയ് മാഷേ. അധ്യക്ഷ പ്രസംഗത്തിനായി കവിയും ഗാനരചയിതാവും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള ജയകുമാർ ചെങ്ങമനയുടെ മാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ നമ്മുടെ ഈ വേദിയുടെ ഫ്രണ്ടിൽ സീറ്റുകളുണ്ട്, ബാക്കിൽ നിൽക്കുന്നവർ ഇവിടെ വന്നിരിക്കണം. രണ്ടാമത് തോന്നിയൊരു കാര്യം, അല്പം കൂടി സ്ഥലമുണ്ടെങ്കിൽ കസേര മുന്നോട്ട് കയറ്റിയിട്ടാൽ വീണ്ടും കസേര ഇടാനുള്ള സ്ഥലം നമുക്ക് പുറകിൽ കിട്ടും. ഈ ഫ്രണ്ടിലേക്ക് വന്നിരിക്കും, ഇവിടെ ഇഷ്ടം പോലെ കസേര ബാക്കി ഇരിക്കുകയാണ്, അവിടെ നിൽക്കണ്ട. നമ്മൾ വളരെ സന്തോഷമുള്ളൊരു ദിവസത്തിലാണ് കൂടുന്നത്. ഒപ്പം തന്നെ 2 ദുഃഖങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഒന്ന് ശ്രീഹരിയുടെ മരണമാണ്.
കവിയായ നമ്മുടെ സുഹൃത്തായ ശ്രീഹരിയുടെ മരണം, മറ്റൊന്ന് എൻ്റെയൊക്കെ ചിരകാല സുഹൃത്തായ സലിം കുമാറിൻ്റെ മരണം. ഈ രണ്ട് മരണത്തിന് മുമ്പിലാണ് നമ്മൾ ഇപ്പോൾ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു മിനിറ്റ് നമുക്കൊന്ന് എഴുന്നേറ്റ്. ഉണ്ണികൃഷ്ണ മാസ്റ്റർ ഇങ്ങോട്ട് വിളിക്കുന്നു. പന്ത്രണ്ട് മണിക്ക് ഇവിടെ പോകണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ ഫ്രണ്ടിലേക്ക് വാ, അവിടെ നിൽക്കാതെ. വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ചടങ്ങ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ 11:30 കഴിഞ്ഞു. നമ്മൾ വളരെയധികം സന്തോഷത്തോടെയാണ് നമ്മുടെ ജിതേഷിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ നമ്മൾ നിൽക്കുന്നത്. വളരെ കാലത്തെ സൗഹൃദമാണ് ജിതേഷുമായിട്ടുള്ളത്. അതിൽ ഉപരിയായിട്ട് ജിതേഷിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു വ്യാപ്തിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഈ പുസ്തക പ്രകാശന ചടങ്ങുമായി ബന്ധപ്പെട്ട ആലോചന വന്നപ്പോൾ മുതൽ ജിതേഷ് എന്ത് ചെയ്യും എന്നൊരു അങ്കലാപ്പിലെ. കാരണം കേരളത്തിൻ്റെ വടക്ക് മുതൽ അതിൻ്റെ തെക്ക് വരെ ഒരുപാട് സുഹൃത്തുക്കൾ ജിതേഷിനുണ്ട്. പ്രമുഖരായ എഴുത്തുകാരുണ്ട്, മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ ജയകുമാരേട്ടൻ നമ്മൾ എല്ലാവരെയും കൂടി നമ്മളെങ്ങനെ വിളിക്കും? ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം. അത് ഇന്ന് രാവിലെ കൂടി ഞങ്ങൾ പറഞ്ഞു, മിക്കവാറും നമ്മൾ പുറത്ത് നിൽക്കേണ്ടി വരും. അതുമാതിരിയുള്ള സൗഹൃദം ജിതേഷിനുണ്ട്. അതുകൊണ്ടാണ് കാവ്യശിഖയിൽ നിന്നും KL47 നിന്നും സുവർണരേഖയിൽ നിന്നും അങ്ങനെ ഒട്ടേറെ സംഘടനകളിൽ നിന്നുള്ള ആളുകളുടെ ആശാൻ സ്മാരകം ഉൾപ്പെടെ പ്രാതിനിധ്യം ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രതിനിധി എന്ന നിലയിലാണ് ഓരോ സംഘടനയിൽ നിന്നും ഓരോ ആളുകളെ പരമാവധി ചുരുക്കാനുള്ള ശ്രമമാണ് വാസ്തു നടത്തിയത്. ആളുകളെ കൂട്ടാനുള്ള ശ്രമമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിറഞ്ഞ ഹാൾ നമുക്കുണ്ടാകുന്നത്. നിറഞ്ഞ ഹാളും നിറഞ്ഞ മനസ്സുമാണിത്. മഴ നന്നായി പെയ്യുന്നുണ്ട്. വളരെ ശക്തമായി വടക്കൻ മേഖലയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കാലാവസ്ഥാ മുന്നറിയിപ്പ് ആദ്യമായിട്ട് ഇന്നലെ രാവണിയേട്ടനും ഞാനും പങ്കെടുത്ത ഒരു സ്ഥലത്തിരിക്കുമ്പോൾ വല്ലാണ്ട് ഫോൺ സൈറൻ അടിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനെ സൈറൻ അടിക്കുന്നത്. നമ്മുടെ ഈ എമർജൻസി വാഹനങ്ങളൊക്കെ പോകുമ്പോൾ, ആംബുലൻസൊക്കെ പോകുന്ന പോലെ ഫോണിൽ കിടന്ന് ഭയങ്കര സൈറൻ. ഞാൻ ഫോൺ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് വയനാട്, കണ്ണൂർ, തൃശ്ശൂർ വരെയുള്ള സ്ഥലങ്ങളിൽ അതിശക്തമായ കാറ്റും മഴയും ഉണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന സന്ദേശമാണ്. ആധുനികതയുടെ പുതിയ കാലത്തിൻ്റെ ഒരു രീതിയാണ്, ഒരു ഇൻഫർമേഷനാണ്. പലപ്പോഴും യുദ്ധസ്ഥലങ്ങളിൽ മാത്രം നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായും രാഷ്ട്രീയമായും സാമൂഹികമായും പാരിസ്ഥിതികമായും ഒരു യുദ്ധത്തെ വേണമെങ്കിൽ യുദ്ധം ചെയ്യേണ്ട സാഹചര്യമാണ് നമ്മുടെ വർത്തമാനകാല സാഹചര്യം നമ്മുടെ മുന്നിൽ ഒരുക്കിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പാരിസ്ഥിതികമായൊരു കാര്യം തന്നെയാണ്. ഈ കോമ്പസിൻ്റെ മുന എവിടെയെങ്കിലും കുത്തിയാലാണ് നമുക്ക് വൃത്തം വരയ്ക്കാൻ കഴിയുള്ളൂ. ഈ മുന കുത്തേണ്ട ഇടമില്ലാതായാൽ നമുക്ക് വൃത്തം പോയിട്ട് ചതുരം പോലും വരയ്ക്കാൻ കഴിയില്ല എന്നൊരു വസ്തുതയുണ്ട്. ആ മുന കുത്തേണ്ട ഇടം ഇന്ന് ചൊല്ലിയ കവിത, നമ്മുടെ സുഹൃത്ത് ചൊല്ലിയ കവിതയ്ക്കകത്ത് ഭൂമി ഒരു സസ്യബുക്കല്ല, ആ വരിയല്ല ഞാൻ പറയുന്നത്, ആശയമാണ്. ഭൂമി ഒരു സസ്യബുക്കല്ല, അതൊരു മാംസബുക്ക് കൂടിയാണ്. കുഴിമന്തി എന്ന വാക്കിനെ വെച്ചിട്ട് ചെയ്ത ആ ഒരു കവിത ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ട് കവിതയാണ്. അപ്പോൾ ഞാൻ അതുമാത്രമല്ല പല കവിതയും ശ്രദ്ധിച്ചു, പക്ഷേ സാന്ദർഭികമായി അതങ്ങ് ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം ആയ ഒരു സമയമാണ്. ഇവിടെ ആടാട്ട് മാഷിനും രാവുണ്ണിയേട്ടനും സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് എല്ലാവരെയും വ്യക്തിപരമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന കാര്യങ്ങൾ ശ്യാമിലി നിർവഹിക്കും. നന്ദി ജയകുമാർ മാഷ്. അടുത്തതായി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറും സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ ഡോക്ടർ ധർമ്മരാജ് അടാട്ടിനെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
പ്രിയമുള്ളവരെ, ജിതേഷ്